ഉണ്ണി നന്നായി. ഹലോ കുട്ടീസ്, പാലക്കാട് നല്ല ചൂടാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ വൈറലായ അലോവേറയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് ചെയ്തു നോക്കണം എന്ന് തോന്നിട്ടോ. അപ്പോൾ ഇതാണ് ആ വീഡിയോ. കുറച്ച് കേളായിട്ടുണ്ടായിരുന്ന ഹെയർ നല്ല ഫ്രിസി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് കറ്റാർ വാഴ ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഫ്രഷ് കറ്റാർ വാഴയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് രണ്ട് സൈഡിലേക്കും മുടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആദ്യം ചെയ്യാം, അപ്പോൾ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ കറ്റാർ വാഴ ഒരു വലിയ പീസ് തന്നെ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഫുള്ളും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡത്തെ ഈ മുള്ള് പോലത്തെ സാധനം രണ്ട് സൈഡിലേക്കും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകൂടി ഈസി ആവും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് വലിയ ഇതായിട്ടുള്ളൊരു കറ്റാർ വാഴയാണ്. എൻ്റെ മുടിയുടെ അത്ര തന്നെ നീളമുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വേണ്ട, ഒരു ഹാഫ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്ലൈ ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ട്. പിന്നെ വീഡിയോയിൽ കാണിച്ച പോലെ അതിൻ്റെ നടുവും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് ചെറിയതായിട്ടുള്ളൊരു തണ്ടായതുകൊണ്ട് നടു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നടുവ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ ഉള്ളത്തെ ജെല്ല്, കുറേ ജെല്ലുണ്ട്, നമുക്ക് കുറച്ച് സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സെക്ഷനായിട്ട് എടുക്കുമ്പോഴാണ് ജെല്ല് എല്ലാവരുടെയും നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഇനി ഹെയർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജെല്ല്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഇതാ കുറച്ച് നല്ല സ്ട്രെയിറ്റൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷമാണ് നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുള്ളൂ കേട്ടോ മുടി. ഇപ്പം തന്നെ നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഇനി എല്ലാ സൈഡിലും ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് കറ്റാർ വാഴ നന്നായിട്ട് രണ്ടും കൂടിയിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല കിട്ടും. പിന്നെ നമുക്ക് വാങ്ങിച്ചൊന്നും കൂടെ ചരണ്ടി കൊടുത്താൽ നല്ല ജെല്ല് വരും കേട്ടോ. അപ്പോൾ ഇതന്നെ ഇതിൻ്റെ ഒരു പീസ് എനിക്കൊരു സൈഡ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആവശ്യം വന്നുള്ളൂ. അത്ര കുറേ ജെല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറ്റാർ വാഴ എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ടുള്ളത് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് വല്ലാണ്ട് വലിയ കറ്റാർ വാഴയാകുമ്പോൾ ചിലപ്പോൾ ചൊറിയാനും ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്കിത് ചൊറിയുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ കണ്ടോ, ഈ സൈഡും വെച്ച് നോക്കുമ്പോൾ ഈ സൈഡ് ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല മാറ്റം തോന്നുന്നുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് മുടിയിൽ എന്താ അപ്ലൈ ചെയ്ത് എന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. കാരണം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി കത്തി വെച്ചിട്ട് ഒന്നും കൂടി ആ ജെല്ല് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുകയാണ്. അതൊരു സൈഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് മാത്രമേ ആവശ്യം വന്നുള്ളൂ.
അപ്പോൾ അത് രണ്ട് സൈഡും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, ഷാമ്പൂ ഒന്നും ഇടുന്നില്ല, കുറച്ച് എണ്ണ മാത്രം ഇടുന്നുണ്ട്. അപ്പോൾ അതാ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഇങ്ങനെയാണ്. നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ മറ്റുള്ളവർ കാണുമ്പോഴാണ് പറയുക നല്ല ഹെയറിന് നല്ല ചേഞ്ച് ഉണ്ട്, നല്ല ഫ്രിസി ആയിട്ട് ഇരിക്കുന്നുണ്ട്, സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഹെയർ തൊടുമ്പോൾ തന്നെ നല്ല ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നല്ലതാണ്, ഡാൻഡ്രഫൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.